നമസ്കാരം. ദില്ലി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം രാജ്യത്ത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ദില്ലിയിലെ തന്നെ 7 MLA-മാർ BJP-ക്കൊപ്പം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ പരസ്യമായിട്ട് BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് തങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ 7 MLA-മാർ ഓൾറെഡി BJP-യിലേക്ക് പോയി കഴിഞ്ഞു. അടുത്തത് ഈ പറയുന്ന ആം ആദ്മി പാർട്ടി നിലവിൽ അധികാരത്തിലിരിക്കുന്ന പഞ്ചാബ്, ദില്ലിക്ക് പുറമെ പഞ്ചാബ് കൂടി വിജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. 2019 4 സീറ്റുകളാണ് പഞ്ചാബിൽ പാർലമെന്റ് ഇലക്ഷനിൽ ഈ ആം ആദ്മി പാർട്ടി നേടിയത്. അങ്ങനെ ഒരു ബിൽഡപ്പ് 2019 മുതൽക്കേ ഒരു വലിയ സാന്നിധ്യം ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ കാണിക്കുകയും കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദുർബലതകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയും ജനങ്ങൾക്കിടയിൽ കുറെ തെറ്റിദ്ധാരണകൾ പരത്തി ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാകും. അഴിമതിയുടെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് പഞ്ചാബിൽ ഒരു ഭരണം കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടി കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഇവരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ദില്ലിയിൽ പരാജയപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് 30ഓളം MLA-മാർ ആം ആദ്മി പാർട്ടി വിട്ട് പഞ്ചാബിൽ നിന്ന് മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വേണം. അവിടെ മുഖ്യമന്ത്രി പോലും BJP-യിലേക്ക് പോകുമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറയുന്നു. നാളെ അരവിന്ദ് കെജ്രിവാളിനെ അവിടുത്തെ മുഖ്യമന്ത്രി കാണാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. രാജ്യത്ത് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളും നശിച്ചുപോയി, അതിന്റെ അടിവേരറക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള വിഷയങ്ങളായി. അതിന്റെ ഉദാഹരണമായിട്ട് ഇതിനെല്ലാം നമ്മൾക്ക് ഒരു അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം പോലും ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു മുന്നോട്ട് പോക്ക് അവർക്കുണ്ടാകില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ED-യുടെ അന്വേഷണം. അത് ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിലും അല്ലെങ്കിൽ സിസോദിയ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണെന്ന് കൂടി നമ്മൾ ആദ്യം അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ദില്ലി ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ഈ ഒരു അഴിമതിക്ക് ബന്ധമുണ്ട്. അത് ഗോവയിലുമുണ്ട്, പശ്ചിമ ബംഗാളിലടക്കം ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് ഈ ഒരു മദ്യനയ അഴിമതിയിൽ കൃത്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ MLA-മാർക്കെതിരെയും അവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ നിലവിലെ നേതാക്കന്മാർക്കെതിരെയും കൃത്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെയും ED-യുടെ ഭാഗത്ത് ഉണ്ടാകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ രാജ്യത്ത് ഈ പറയുന്ന അഴിമതി നടത്തി തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ രീതിയിൽ പണം ശേഖരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ജനങ്ങളുടെ മുന്നിൽ വലിയ രീതിയിൽ അഭിനയം നടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് അങ്ങേരുടെ ലക്ഷ്യം ഇത് മാത്രമായിരുന്നു. വെറും കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കള്ളനായിട്ട് നമ്മൾക്ക് ഈ അരവിന്ദ് കെജ്രിവാളിനെ കാണാം. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന്റെ ഇപ്പോ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി. അങ്ങേർക്ക് പോലും ഇയാളുടെ കുബുദ്ധി മനസ്സിലായിട്ടുണ്ട്. അതിന്റെ പേരിൽ തന്നെയാണ് ദില്ലിയിൽ സഖ്യത്തിൽ നിൽക്കാതെ പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ ഇവർ തയ്യാറായത്. കാരണം ആം ആദ്മി പാർട്ടി വളർന്നു വന്നത് കോൺഗ്രസിന്റെ വോട്ടുകൾ നേടിക്കൊണ്ടാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ടും അടപടലം നശിപ്പിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ദില്ലിയിൽ ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് നിലനിന്ന് പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ സ്വാധീനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ആദ്യകാലങ്ങളിൽ ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്ന വോട്ട് കോൺഗ്രസിലേക്ക് പൂർണ്ണമായിട്ട് പോയി. പിന്നീട് കോൺഗ്രസ് നശിക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയിലേക്കായി ഈ പറയുന്ന കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനത്തിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതായിരുന്നു 2015-ലും 2020-ലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വലിയ രീതിയിൽ ദില്ലിക്ക് പുറമെ പഞ്ചാബിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഗോവയിലടക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു ആം ആദ്മി പാർട്ടി പോയത്. പക്ഷെ ഇതിന്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ലക്ഷ്യം പലതരത്തിൽ ദേശീയത എന്ന് പറയുന്ന അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന ദേശീയത ഇതിനൊക്കെ കൃത്യമായിട്ട് എതിരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് അടിവേരറക്കുന്ന തരത്തിലേക്ക് ദില്ലിയിൽ നിന്ന് ഇവന്മാരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി കാര്യങ്ങൾ സേഫ് ആക്കിയത്. അപ്പോൾ ഈ പറയുന്ന പഞ്ചാബിൽ നിന്നും 30ഓളം MLA-മാർ ഇപ്പോൾ ആം ആദ്മി പാർട്ടി വിട്ടു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഒരടി പോലും മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. ഒരു സംസ്ഥാനത്ത് മാത്രം നിന്നുകൊണ്ട് പലതരത്തിൽ BJP
പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം ആരുമായിട്ട് കൂട്ടുകൂടണോ, ഏത് സഖ്യത്തിന്റെ ഭാഗമാകണോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല എന്നുള്ള നിലപാട് എടുക്കുന്ന ഈ അരവിന്ദ് കെജ്രിവാളിന്റെ നിലനിൽപ്പ് ഇനി അത് ഏകദേശം പൂർണ്ണമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പരാജയത്തോടു കൂടി തന്നെ നമ്മൾക്കൊരു കാര്യം വ്യക്തമാകും, 1% പോലും ഇനി ദില്ലിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അടക്കമുള്ള തിരഞ്ഞെടുപ്പുകളിൽ പോലും ശക്തമായിട്ടുള്ള ഒരു വേരോട്ടം BJP ഉണ്ടാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കെജ്രിവാളിന്റെ ശിങ്കിടികൾക്ക് ദില്ലിയിൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനം ഉണ്ടാകില്ല. കെജ്രിവാളിന്റെ സ്വാധീനത്താൽ വലിയ രീതിയിൽ തന്നെ പല പ്രദേശങ്ങളിലും ചില ക്ഷുദ്ര ശക്തികൾ ശക്തമായിട്ട് അവിടെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ട്രാക്ടറുകളുമായിട്ട് കർഷക സമരം എന്നുള്ള രീതിയിൽ ചില ഖലിസ്ഥാൻവാദികളുടെ അനുയായികളടക്കം അല്ലെങ്കിൽ ഖലിസ്ഥാൻവാദികളടക്കം ദില്ലിയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പലപ്പോഴായിട്ട് ഖലിസ്ഥാന്റെ പതാക ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നമ്മുടെ മുന്നിൽ ഉള്ള ഒരു സംവിധാനത്തിലേക്ക് ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്തെ മാറ്റിമറിക്കുന്നതിൽ ഈ ആം ആദ്മി പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള പങ്കുണ്ടായിരുന്നു. ഇവരുടെ പിൻബലത്തിലാണ് പഞ്ചാബിൽ നിന്ന് പല കർഷക സമര നേതാക്കന്മാരും അനാവശ്യ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. നിരവധി ട്രാക്ടറുകളായിട്ടായിരുന്നു ഇവർ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി പ്രതിരോധിക്കേണ്ടതിനെ പ്രതിരോധിച്ചും ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കേണ്ടതിനെ തെളിയിച്ചും കൃത്യമായിട്ട് മുന്നോട്ട് പോയതാണ് കേന്ദ്ര സർക്കാർ ചെയ്ത അല്ലെങ്കിൽ BJP ചെയ്ത മികച്ച രീതിയിലുള്ള പ്രവർത്തനം. അതിന്റെ പേരിൽ ഇവർക്ക് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ BJPയുടെ അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചത്. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ CPIയുടെയും CPMന്റെയും ദില്ലിയിലെ അവസ്ഥ എങ്ങനെയാണോ അതേ സാഹചര്യത്തിലേക്ക് ആം ആദ്മി പാർട്ടി രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും മാറാൻ പോവുകയാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ജനദ്രോഹപരമായിട്ടുള്ള കലാപരിപാടികളാണ് ഉമർ നടത്തിക്കൊണ്ടിരുന്നത്. പഞ്ചാബിലെ ജനങ്ങൾ അതിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ അഴിമതി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അഴിമതിയാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 30ഓളം MLA മാർ, 117 അംഗ നിയമസഭയിൽ 92 പേരും ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ MLA-മാരാണ്. അപ്പൊ ജനങ്ങൾ അവർക്ക് വലിയ സ്വീകാര്യത കൊടുത്തുകൊണ്ട് പഞ്ചാബിൽ അവരെ ജയിപ്പിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് പരമ്പരാഗതമായിട്ട് ശിരോമണി അകാലിദൾ, BJP, അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തരത്തിലുമുള്ള സ്വാധീനവും നൽകാത്ത തരത്തിലേക്കുള്ള ഒരു വലിയ സ്വീകാര്യത ആം ആദ്മി പാർട്ടിക്ക് അവിടുത്തെ ജനങ്ങൾ കൊടുത്തിട്ടും അവിടുത്തെ ജനങ്ങളെ ഏതെല്ലാം തരത്തിൽ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അത് പഞ്ചാബിലെ ജനങ്ങളുടെ പണം തട്ടിയെടുത്തുകൊണ്ട് തന്നെ ആം ആദ്മി ചെയ്തു എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അതിന്റെ പേരിൽ തന്നെയാണ് ഇതുപോലെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം, ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം ആം ആദ്മി പാർട്ടി പഞ്ചാബിലും ഇപ്പോൾ നേരിടുന്നത് എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലടക്കം ഇത് ശക്തമായിട്ടുള്ള രീതിയിൽ ആഞ്ഞടിക്കും. നിരവധി MLA-മാർ ഇനി ഇപ്പോൾ 22 പേർ ദില്ലിയിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിരവധി ആളുകൾ BJPയിൽ അംഗത്വമെടുത്തുകൊണ്ട് പരസ്യമായിട്ട് മുന്നോട്ട് വരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുമാണ്. അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ 7 ആം ആദ്മി MLA-മാർ BJPയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ പഞ്ചാബിൽ 30ഓളം MLA-മാർ ഈ പറയുന്ന ആം ആദ്മി പാർട്ടി വിടുന്ന ഒരു സാഹചര്യം തന്നെയാണ്.